ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മത്സര പരീക്ഷകളിലെ നിറസാന്നിധ്യമായിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് പഠിച്ചെടുക്കാൻ പോകുന്നത്. ക്ലോക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അപ്പോൾ മത്സര പരീക്ഷകൾ സ്ഥിരമായി ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ക്ലോക്കിൻ്റെ കോണളവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിൽ പ്രതിബിംബവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ. അപ്പോൾ ക്ലോക്കുമായി ബന്ധപ്പെട്ട ചില കിടിലൻ കൺസെപ്റ്റുകൾ ഇന്ന് നമ്മൾ പഠിച്ചെടുക്കാൻ പോവുകയാണ്. ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോവാം. കൂട്ടുകാരെ, നമ്മുടെ ആദ്യത്തെ ചോദ്യം സ്ക്രീനിൽ കാണാം, ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ഒരു ക്ലോക്കിലെ അക്കങ്ങളുടെ എണ്ണം എത്രയാണ്? ഒരു ക്ലോക്കിലെ അക്കങ്ങളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും, എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം തന്നത്? PSC നമ്മളെ പരീക്ഷിക്കുകയാണോ? അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരം ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടാവാം. പക്ഷെ ഓർക്കുക, എന്തെങ്കിലും ഒരു കാര്യമില്ലെങ്കിൽ, എന്തെങ്കിലും ഒരു ട്വിസ്റ്റിംഗ് ഇല്ലെങ്കിൽ ഈ ചോദ്യം വരത്തില്ല. ഇവിടെ സാധാരണ ഉദ്യോഗാർത്ഥികൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഒരു ക്ലോക്കിൽ 1 മുതൽ 12 വരെയുള്ള സംഖ്യകളാണുള്ളത്. അപ്പോൾ 12 അക്കങ്ങൾ എന്ന് പറയും. അത് ശരിയാണോ? അല്ല. കാരണം അക്കവും ഡിജിറ്റും ഒന്നല്ല, രണ്ടാണ്. അതായത് 1234 എന്ന് പറയുന്നത് ഒരു സംഖ്യയാണ്. ഇതൊരു സംഖ്യയാണ്, അതിൽ ആർക്കും തർക്കമില്ല അല്ലേ? ഇതൊരു നമ്പറാണ്. പക്ഷേ ഇതിൽ എത്ര അക്കങ്ങളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 അക്കങ്ങളുണ്ട് എന്നാണ് അതിൻ്റെ ഉത്തരം അല്ലേ? കാര്യം അക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ എത്ര അക്കങ്ങളെന്ന് ചോദിച്ചാൽ എത്ര അക്കങ്ങളാണ്? 4 അക്കങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഡിജിറ്റ് അല്ലെങ്കിൽ അക്കം, സംഖ്യ അല്ലെങ്കിൽ നമ്പർ രണ്ടും ഒന്നല്ല, രണ്ടാണ്. അതായത് സംഖ്യ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നമ്മൾ എടുക്കും, അക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ 4 അക്കങ്ങളാണ് 1234 ഇനി ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ക്ലോക്ക് എന്ന് പറയുമ്പോൾ 1 മുതൽ 12 വരെയല്ല, അതിൽ 1 മുതൽ 9 വരെ എല്ലാം സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സാണ് അല്ലേടൂ? എല്ലാം സിംഗിൾ ഡിജിറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര അക്കങ്ങളുണ്ട്? 9 അക്കങ്ങളുണ്ട്. യാതൊരു സംശയവുമില്ല. 1 മുതൽ 9 വരെ 9 അക്കങ്ങളുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, 10 എന്ന് പറയുന്ന സംഖ്യക്കകത്ത് എത്ര അക്കങ്ങളുണ്ട്? 2 അക്കം. 11 എന്ന് പറയുന്നതിൻ്റെ അകത്തും 2 അക്കം. 12 എന്ന് പറയുന്നതിൻ്റെ അകത്തും 2 അക്കം. അപ്പോൾ ടോട്ടൽ എത്രയായി? ഒന്ന് കൂട്ടി നോക്കിക്കേ. ആദ്യം 9, പിന്നെ ബാക്കിയുള്ളതിലെല്ലാം 2 എണ്ണം വീതം. അപ്പോൾ 9 + 2 11, 11 + 2 13, 13 + 2 എത്രയാടേ? 15 അക്കങ്ങളാണ് ആകെ ഉള്ളത്. തെറ്റിപ്പോരുത്, 12 അല്ല, ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം എത്രയാടേ? 15 അക്കങ്ങൾ എന്നാണ്. അപ്പോൾ ഓർക്കുക, അക്കം എന്ന് പറയുമ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ആ ഒരു രീതിയിൽ ചെയ്തു വരുമ്പോഴാണ് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് കഴിയുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് സമയം കളയാതെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിലെ അക്കങ്ങളുടെ എല്ലാത്തിൻ്റെയും കൂടെ തുക എത്രയാണ്? ഇവിടെ ശ്രദ്ധിക്കുക, അക്കങ്ങളുടെ തുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അക്കങ്ങൾ എടുക്കുമ്പോൾ 1 മുതൽ 9 വരെ ആദ്യം നോക്കണം. 1 + 2 + 3 + എക്സെട്ര അപ് ടു 9 അല്ലേ? ഇനി ശ്രദ്ധിക്കുക, ഈ 9 വരെ കൂട്ടുന്നതിന് പകരം നമുക്ക് എണ്ണൽ സംഖ്യകളുടെ തുക കാണാനായിട്ടുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. എണ്ണൽ സംഖ്യകളുടെ തുക എങ്ങനെയാണ് കാണുന്നത്? അവസാനത്തെ സംഖ്യ ഇൻറ്റു അതിൻ്റെ അടുത്ത സംഖ്യ ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലേ? തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എങ്ങനെ കാണും? അവസാനത്തെ സംഖ്യ ഇൻറ്റു അതിൻ്റെ അടുത്ത സംഖ്യ ഡിവൈഡഡ് ബൈ 2 ആണ്. ഇവിടെ 1 മുതൽ 9 വരെയാണ്. സോ അവസാനത്തെ സംഖ്യ 9 ഇൻറ്റു അതിൻ്റെ അടുത്ത സംഖ്യ ശ്രദ്ധിക്കൂ 10 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര വരും ഇവിടെ? 9 × 5 45. അപ്പോൾ 9 വരെയുള്ള അക്കങ്ങളുടെ തുക നമുക്ക് കിട്ടിയ എത്രയാണ്? 45. തീർന്നിട്ടില്ല. ഇനി 10 എന്ന് പറയുന്ന അക്കം, അതിലെ അക്കങ്ങളുടെ തുക എത്രയാണ്? 1 + 0 എത്രയാണ്? 1 ആണ്. ഇനി 11 എന്ന് പറയുന്ന അക്കം, അതിലെ അക്കങ്ങളുടെ തുക എത്രയാണ്? 1 + 1 എത്രയാണ്? 2 ആണ്. ഇനി 12 എന്ന് പറയുന്ന സംഖ്യ, അതിലെ അക്കങ്ങളുടെ തുക 1 + 2 എത്രയാണ്? 3 ആണ്. അപ്പോൾ ശ്രദ്ധിക്കൂ, ആദ്യം നമുക്ക് 45 കിട്ടി, പിന്നെ ബാക്കിയുള്ളത് ചെയ്തപ്പോൾ 1, 2, 3 ആണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചേ, ഇവിടെ ശ്രദ്ധിച്ചേ, 45 + 10 1 + 11 2 + 12 3 ആണ്. അതായത് 45നോട് എത്ര കൂട്ടണം? ഇവിടെ 3 3 6 കൂട്ടണം. 45 6 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 51 വരും. കൃത്യമായിട്ടുള്ള ഉത്തരം ഡി ഓപ്ഷനാണ്, 51 ആണ്. ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എന്താണ്? അത് ആദ്യം മനസ്സിലാക്കുക. അക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത് അല്ലേ? മറന്നു പോരുത്, അക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 1 മുതൽ 9 വരെ കൂട്ടുമ്പോൾ
അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ ഇക്വേഷൻ ഉപയോഗിക്കുക. അവിടെ 45 കിട്ടി. ഇനി 10ൻ്റെ അകത്ത് നമുക്ക് 1ഉം 0 കൂടെ കൂട്ടിയപ്പോൾ 1 കിട്ടി. 11ൻ്റെ അകത്ത് 2 കിട്ടി. 12ൻ്റെ അകത്ത് 3 കിട്ടി. ഇതെല്ലാം കൂടെ കൂട്ടണം. 45 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 3. 45നോട് കൂടി എത്രയും കൂടെ കൂട്ടണം? 6ഉം കൂടെ കൂട്ടണം. ആൻസർ എത്ര വരും? 51 വരും. ക്ലിയർ അല്ലേ? വളരെ കൂളായിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇതൊരു സ്ഥിരമായിട്ട് ക്ലോക്കിൻ്റെ അകത്ത് നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു മോഡലാണ്. ഇതിലൊരു വാല്യൂ കാണാതെ പഠിച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഞാൻ വരാം. ഇവിടെ ശ്രദ്ധിക്കുക, 1 മണിക്കൂറിന് 1 എന്ന തോതിൽ ബെല്ലടിക്കുന്ന ഒരു ക്ലോക്ക് ഒരു ദിവസത്തിൽ എത്ര തവണ ബെല്ലടിക്കും? അപ്പോൾ അതാണ് നമ്മുടെ ചോദ്യം. 1 മണിക്കൂറിൽ 1 എന്ന തോതിൽ ബെല്ലടിക്കുന്ന ഒരു ക്ലോക്ക് ഒരു ദിവസത്തിൽ എത്ര തവണ ബെല്ലടിക്കും? അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പഴയ ഒരു പെൻഡുലം ക്ലോക്കാണ്. അതെങ്ങനെയല്ലേ ബെല്ലടിക്കുന്നത്? 1 മണിക്ക് അത് 1 തവണ അടിക്കും, അല്ലേ? 2 മണിയാകുമ്പോൾ 2 തവണ അടിക്കും. 3 മണിയാകുമ്പോൾ 3 തവണ അടിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. 1 മണിക്കൂറിന് 1 എന്ന തോതിലാണ് അത് അടിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ക്ലോക്കിൽ 1 മുതൽ 12 വരെ ഉള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 മണിക്ക് അല്ലേ, 1 മണിക്ക് 1 ബെല്ല് പ്ലസ് 2 മണിക്ക് 2 ബെല്ല് പ്ലസ് 3 മണിക്ക് 3 ബെല്ല്, ഇങ്ങനെ അടിച്ച് 12 മണിയാകുമ്പോൾ എത്ര ബെല്ലടിക്കൂടെ? 12 ബെല്ലടിക്കും. വീണ്ടും നിങ്ങൾ ആലോചിക്കുക, ആകെ ബെല്ലുകളുടെ എണ്ണം കാണുമ്പോൾ ഇവിടെ എണ്ണൽ സംഖ്യകളുടെ തുക തന്നെയാണ് വന്നേക്കണേ. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ തുക എവിടെ കണ്ടോ എങ്ങനെ കണ്ടുപിടിക്കും? n/n+1/2 ആണ്. അല്ലെങ്കിൽ അവസാനിക്കുന്ന സംഖ്യ ഇൻറ്റു അതിൻ്റെ അടുത്ത സംഖ്യ /2 ആണ്. അല്ലേ? ഇവിടെ അവസാനിക്കുന്ന 12ലാണ്. സോ 12 ഇൻറ്റു അതിൻ്റെ അടുത്ത സംഖ്യ എത്ര വരുന്നത്? പറഞ്ഞോ, 13 /2 ആണ്. ഇനി 12നെ 2 വെച്ച് ഹരിച്ചാൽ എത്ര വരും? 6 വരും. സോ 6 ഇൻറ്റു 13 ആണ് ചെയ്യേണ്ടത്. 60ഉം 18ഉം എത്ര വരും? ഇവിടെ 78 വരും. അതായത് 12 വരെ ചെല്ലുമ്പോൾ എത്ര തവണ അടിച്ചിട്ടുണ്ടാവും? 78 തവണ അടിച്ചിട്ടുണ്ടാവും. ഇനി ശ്രദ്ധിക്കുക, 12 വരെ എന്ന് പറയുമ്പോൾ 12 മണിക്കൂറിലേ ആയുള്ളൂ, അല്ലേ? am I correct or wrong? അപ്പോൾ ശ്രദ്ധിക്കുക, 12 വരെ കൂട്ടുമ്പോൾ നമുക്ക് 12 മണിക്കൂർ കിട്ടിയല്ലേ? അപ്പോൾ 12 മണിക്കൂറിൽ എത്ര തവണ? 78 തവണ. 12 മണിക്കൂറിൽ 78 തവണ. 1 മുതൽ 12 വരെ നമ്മൾ കൂട്ടി നോക്കി. ഇനി നമുക്ക് 12 മണിക്കൂറിൻ്റെ ആണോ വേണ്ടത്? ആണോ? അല്ല, ഒരിക്കലും അല്ല. നമുക്ക് ഒരു ദിവസത്തിൽ എത്ര തവണ ബെല്ലടിക്കും എന്നാ കാണണ്ടേ, അല്ലേ? ഒരു ദിവസം, ഒരു ഡേ. അപ്പോൾ ഒരു ദിവസം എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറാണ്? 24 മണിക്കൂർ അല്ലേ? 12 മണിക്കൂറിൽ 78 തവണ. അപ്പോൾ 24 മണിക്കൂറിൽ എത്രയാണ്? അതിൻ്റെ നേരെ ഇരട്ടി വരുമല്ലേ? 78ൻ്റെ ഇരട്ടി വരും. 78 ഇൻറ്റു 2. ആൻസർ എത്ര വരും? 156 തവണ. പഠിച്ചു വെച്ചോ, മണിക്കൂറിന് 1 എന്ന തോതിൽ ബെല്ലടിക്കുന്ന ഒരു ക്ലോക്ക് ഒരു ദിവസത്തിൽ 156 തവണ ശബ്ദിക്കും, അല്ലെങ്കിൽ 156 തവണ ബെല്ലടിക്കും. ഈ ഒരു വാല്യൂ കാണാപ്പാഠം പഠിച്ചാലും കുഴപ്പമില്ല കേട്ടോ. കാര്യം ഇതെല്ലാം കൂടെ നമ്മൾ ചെയ്തെടുക്കേണ്ട ആവശ്യം വരികയില്ല. ഈ ഒരു ചോദ്യം പല രീതിയിൽ PSC പരീക്ഷകളിൽ കണ്ടിട്ടുണ്ട്. ഒരു ദിവസത്തിൽ എത്ര തവണ ബെല്ലടിക്കുന്നു കണ്ടിട്ടുണ്ട്, അര ദിവസത്തിൽ എത്ര അടിക്കുന്നു ചോദിച്ച് കണ്ടിട്ടുണ്ട്, 2 ദിവസം 3 ദിവസം അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസത്തിൻ്റെ വാല്യൂ പഠിച്ചു വെച്ചാൽ കൊള്ളായിരിക്കും. അപ്പോൾ ഓർക്കുക, സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെ ഈ ഒരു രീതിയിൽ ശബ്ദിക്കുന്ന ക്ലോക്ക് ഒരു ദിവസത്തിൽ എത്ര തവണയാണ്? 156 തവണ. ഒരു ദിവസത്തിൽ 156 ടൈംസ് ബെല്ലടിക്കും. 156 തവണ ബെല്ലടിക്കും. ആ ഒരു കാര്യം വെച്ചുകൊണ്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നോക്കാം, നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ച വേറൊരു ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. ഒരു ക്ലോക്ക് 1 മണിക്ക് 1 ബെല്ല്, 2 മണിക്ക് 2 ബെല്ല്, 3 മണിക്ക് 3 ബെല്ല് എന്ന ക്രമത്തിലാണ് ബെല്ലടിക്കുന്നത്. എങ്കിൽ 5 ദിവസമാകുമ്പോൾ ആ ക്ലോക്ക് എത്ര തവണ ബെല്ലടിക്കും? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്തെടുക്കാനാണ് ഞാൻ ആ വാല്യൂ ഓർത്ത് വെക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ഒരു ദിവസത്തിൽ എത്ര തവണയാണ്? 156 തവണയല്ലേ? ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ ഉള്ളൂ. ഒരു ദിവസത്തിൽ 156 തവണയാണ്. ഇവിടെ ഇപ്പോൾ എത്ര ദിവസത്തിൻ്റെ ചോദിച്ചേക്കുന്നത്? 5 ദിവസത്തിൻ്റെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 5 ഇൻറ്റു 156 ആണ് ചെയ്യേണ്ടത്. 5 ഇൻറ്റു 156 ചെയ്യുമ്പോൾ ആൻസർ എത്ര വരും? 780 വരും. കറക്റ്റ് ആൻസർ സി ഓപ്ഷൻ ആണ്. ഇനി ഇവിടെ മറ്റൊരു ട്രിക്കും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഒരു സംഖ്യയെ എങ്ങനെയാണ് നമ്മൾ 5 കൊണ്ട് ഗുണിക്കേണ്ടത്. അപ്പോൾ ചില ആൾക്കാർ പറയും, ഇതിലിപ്പോൾ എന്തോ ഇത്ര പഠിക്കാനുള്ളത്, 156 5 കൊണ്ട് ഗുണിച്ച് നോക്കണം, നമ്മൾ കാലാകാലങ്ങളായിട്ട് ചെയ്യുന്നതല്ലേ. പക്ഷെ അതല്ല, വേറൊരു ട്രിക്കും കൂടെയുണ്ട്. ഒരു സംഖ്യ 5 കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ഗുണിക്കാനായിട്ട് ഒരു ട്രിക്കും കൂടെയുണ്ട്. ശ്രദ്ധ മുഴുവനായിട്ട് ബോർഡിലേക്ക് കൊണ്ടുവരാം. ശ്രദ്ധിച്ചിരുന്നു. ഇവിടെ ചെറിയ സംഖ്യകൾ എടുക്കും. ഇപ്പോൾ 5നെ നമുക്ക് 24 കൊണ്ട് ഗുണിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഏത് സംഖ്യയാണോ ഗുണിക്കേണ്ടത് അതിൻ്റെ പകുതി കാണുക,
ആ പകുതിയെ 10 കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ പകുതിയുടെ വലതുവശത്ത് ഒരു 0 ചേർക്കുക. രണ്ടും സെയിം ആണ്. 10 കൊണ്ട് ഗുണിക്കുന്നതും വലതുവശത്ത് ഒരു 0 ചേർക്കുന്നതും സെയിം ആണ്. അപ്പോൾ 5 × 24 ചെയ്യുമ്പോൾ അതിന് പകരം നിങ്ങൾ എന്തോ ചെയ്യണോടെ, 24ന്റെ പകുതി കാണുക. എത്രയുടെ 12. അതിൻ്റെ വലതുവശത്ത് ഒരു 0 ചേർക്കൂ, 0 ചേർക്കൂ. ആൻസർ എത്ര വരും? 120 ആണോ? വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഒരു സംഖ്യയെ 5 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം അതിൻ്റെ പകുതിയുടെ വലതുവശത്ത് 0 ചേർത്താൽ മതി, അല്ലെങ്കിൽ പകുതിയെ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 10 കൊണ്ട് ഗുണിച്ചാൽ മതി. കാര്യം തീർന്നു. ഇവിടെ നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. 5 × 18 എത്ര വരും സുഹൃത്തുക്കളെ? 18ന്റെ പകുതി 9 ആണ്. വലതുവശത്ത് 0 ചേർത്താൽ 90 ആണ്. അപ്പോൾ 5 × 18ന്റെ ഉത്തരം 90 ആണ്. അപ്പോൾ അതേ രീതിയിലാണ് നമ്മൾ ഇവിടെയും ചെയ്തത്. 5 × 156, 156ന്റെ പകുതി 78 ആണ്. 78ന്റെ വലതുവശത്ത് ഒരു 0 ചേർക്കുമ്പോൾ 780 ആണ് അല്ലേ? വളരെ കൂളായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ചില മിടുക്കന്മാർ പറയും സാറ് പറ്റിക്കാനൊന്നും നോക്കണ്ട, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5 × 39 എങ്ങനെ ചെയ്യും അല്ലേ? അപ്പോൾ ഇരട്ട സംഖ്യ വന്നാൽ ഈസി ആയിട്ട് നമുക്ക് പകുതി കാണാം. ഒറ്റ സംഖ്യ വന്നാലോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, അതിൽ നിങ്ങൾ 5 × 39 അല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത്? അതിന് മുന്നിലുള്ള ചെയ്യാമല്ലോ. അതായത് 5 × 38 ചെയ്യാമല്ലോ. 5 × 38 ചെല്ലുമ്പോൾ എത്രയാണ് വരുന്നത്? 38ന്റെ പകുതി 19 ആണ്. അപ്പോൾ 190 വരികയില്ലേ? അതിനോട് ഒരു 5 കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ ആൻസർ എത്ര വരും? 195 വരും. എങ്ങനെ ചെയ്തേ? ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടെ. 5 × 39 ചെയ്യാൻ ചോദിച്ചാൽ ഇതിന് പകരം നിങ്ങൾ എന്തോ ചെയ്യുക? 5 × 38 ചെയ്യുക. അപ്പോൾ എത്ര വരും? 190 വരും. അതിനോട് ഒരു 5 കൂടെ കൂട്ടുക, 195 ആണ്. ഇനി ശ്രദ്ധിക്കുക, വേറെ ഒരെണ്ണം കൂടെ പറയാം. ഇപ്പോൾ 5 × 23 ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ 23 അല്ല നിങ്ങൾ ചെയ്യേണ്ടത്, 22 ചെയ്യേണ്ടത്. 22 വരുമ്പോൾ പകുതി 11 ആണ്. അപ്പോൾ 110 വരും. ഈ 110നോട് കൂടി ഒരു 5 കൂടെ കൂട്ട്. ആൻസർ എത്ര? 115. സോ 5 × 23 എന്ന് പറയുമ്പോൾ ആൻസർ എത്രയാണ്? 115 ആണ്. വളരെ കൂളായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ ആണേ? അപ്പോൾ ഇവിടെ നമ്മുടെ ടോപ്പിക് അതല്ല, എന്നാലും ഒരു ടിപ്പ് ഇടയ്ക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇവിടെ ഓർക്കുക, മണിക്കൂറിന് 1 തോതിൽ ബെല്ലടിക്കുന്ന ഒരു ക്ലോക്ക് ഒരു ദിവസത്തിൽ 156 തവണയാണ്. 156 തവണയാണ്. പഠിച്ചു വെച്ചോ. അത് 5 ദിവസം ആകുമ്പോൾ 5 × 156. ആൻസർ എത്ര വരും? 780 വരും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇതും സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ക്ലോക്ക് ഓരോ മണിക്കൂറിലും ആ മണിക്കൂറിന് തുല്യമായ ബെല്ലടിക്കുന്നു. ഇതേ കാര്യം തന്നെ പല ലാംഗ്വേജിൽ ചോദിച്ചെന്നേ ഉള്ളൂ. എങ്കിൽ 10 ദിവസത്തിൽ ആ ക്ലോക്ക് എത്ര തവണ ബെല്ലടിക്കും? അപ്പോൾ നമുക്കറിയാം ഒരു ദിവസത്തിൽ 156 തവണയാണ്. ഒരു ദിവസത്തിൽ 156 തവണയാണ്. അപ്പോൾ 10 ദിവസം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും 10 × 156 അല്ലേ ചെയ്യണ്ടേ? ആൻസർ എത്ര വരും? 1560 തവണ. 1560 അല്ലെങ്കിൽ 1560 തവണ. ഏതാണ് ആൻസർ? ഡി ഓപ്ഷൻ ആണ് ആൻസർ. വളരെ കൂളായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് നമ്മുടെ ദിശയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു വാച്ചിലെ മണിക്കൂർ സൂചി 6 മണിക്കൂർ കൊണ്ട് തിരിയുന്ന കോണളവെത്താൻ മിനിറ്റ് സൂചിക്ക് എത്ര മിനിറ്റ് വേണം? അപ്പോൾ ഇത് നോർമൽ രീതിയിലൊക്കെ കോണളവൊക്കെ കണ്ടെത്തി ചെയ്യാന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഞാൻ പറയും ഇതിൻ്റെ ഉത്തരം കാണണമെങ്കിൽ സമയം നോക്കാൻ അറിയാൻ മതി. അപ്പോൾ അതെങ്ങനെയെന്നാണ് അല്ലേ? സമയം നോക്കാൻ അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ സമയം നോക്കാൻ അറിയാമെങ്കിൽ ഈ ചോദ്യവും നിങ്ങൾക്ക് കിട്ടും. കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു വാച്ചിലെ മണിക്കൂർ സൂചി 6 മണിക്കൂർ കൊണ്ട് തിരിയുന്ന കോണളവ് എത്തണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, 6 മണിക്കൂർ കൊണ്ട് തിരിയുന്ന കോണളവ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ 12ൽ നിന്ന് കറങ്ങി സൂചി എവിടെ വരണം? 6 വരണം. മണിക്കൂർ സൂചി അല്ലേ? മണിക്കൂർ സൂചി 6 മണിക്കൂർ കൊണ്ട് തിരിയുന്ന കോണളവ് എന്ന് പറയുമ്പോൾ 12ൽ നിന്ന് കറങ്ങി മണിക്കൂർ സൂചി എവിടെ വരുന്നതാണ്? 6 വരുന്നതാണ്. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഇതേ സ്ഥാനത്ത് മിനിറ്റ് സൂചി ആണെങ്കിലോ എത്ര മിനിറ്റ് ആവും? അതാണ് നമ്മുടെ ഉത്തരം അല്ലേ? ഈ മണിക്കൂർ സൂചിക്ക് പകരം മിനിറ്റ് സൂചി ആണെങ്കിൽ എത്ര മിനിറ്റ് വേണമെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ കറങ്ങി വരുന്ന മണിക്കൂർ സൂചിക്ക് പകരം മിനിറ്റ് സൂചി ആണെങ്കിലോ, മിനിറ്റ് സൂചി 12ന്റെ അവിടെ നിന്ന് കറങ്ങി 6ന്റെ അവിടെ വന്നാൽ എത്ര മിനിറ്റ് ആയി എന്നാടേ നമ്മൾ പറയുന്നത്? 30 മിനിറ്റ് ആയി എന്നാണ് പറയുന്നത് അല്ലേ? 6ന്റെ നേരം മിനിറ്റ് സൂചി എന്നാൽ 30 മിനിറ്റ് ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ ആൻസർ എത്രയാണ്? 30 മിനിറ്റ് ആണ്. ഡി ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ശ്രദ്ധിച്ചിരുന്നേ, ഒന്നോടെ ഞാൻ പറയാം. 6 മണിക്കൂർ കൊണ്ട് തിരിയുന്ന കോണളവെത്താൻ, മണിക്കൂർ സൂചി 6 മണിക്കൂർ കൊണ്ട് തിരിയുന്ന കോണളവെത്താൻ മിനിറ്റ് സൂചിക്ക് എത്ര മിനിറ്റ് വേണമെന്നാണ് ചോദ്യം. അപ്പം നിങ്ങൾ ചിന്തിക്കുക, 6ന് നേരെ മിനിറ്റ് സൂചി വന്നാൽ എത്ര മിനിറ്റ് ആണ്? അതാണ് ഉത്തരം. 6ന് നേരെ മിനിറ്റ് സൂചി വന്നാൽ 30 മിനിറ്റ് ആണ്. സോ നമ്മുടെ ആൻസർ 30 മിനിറ്റ് ആണ്. ഇനി ഇങ്ങനെ മനസ്സിലാവാത്തവർക്ക് ഒരു ചെറിയ ട്രിക്കും കൂടെ ഉണ്ട്. ഈ മണിക്കൂറുകളെ 5 കൊണ്ട് അങ്ങ് ഗുണിച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ 6 മണിക്കൂർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 6നെ എത്ര കൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം. സോ ആൻസർ എത്ര വരും? 30 മിനിറ്റ്. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ മണിക്കൂറുകളെ 5 കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ ചെയ്യുക ആ സ്ഥാനത്ത് മിനിറ്റ് സൂചി. ഇപ്പോൾ 6 മണിക്കൂറിൽ അല്ല 6ന് നേരെ മിനിറ്റ് സൂചി വന്നാൽ എത്ര മിനിറ്റ് ആണെന്ന് കണ്ടെത്തുക. ഓക്കെ ആണോ? ശരി, ഒരു ചോദ്യം കൂടെ നമുക്കൊന്ന് നോക്കാം ക്ലിയർ ആവുന്നുണ്ടോ. മണിക്കൂർ സൂചി 9 മണിക്കൂർ കൊണ്ട് തിരിയുന്ന കോണളവെത്താൻ
മിനിറ്റ് സൂചിക്ക് എത്ര മിനിറ്റ് വേണം. അപ്പം നിങ്ങൾ ചിന്തിക്കുക 9-ന് നേരെ മിനിറ്റ് സൂചി നിന്നാൽ എത്ര മിനിറ്റ് ആണ്, അതാണ് ആലോചിക്കേണ്ടത്. 9-ന് നേരെ മിനിറ്റ് സൂചി അവിടെ വന്ന് നിന്നാൽ എത്ര മിനിറ്റ് ആണ് അതിൻ്റെ ഉത്തരം? 45 മിനിറ്റ് അല്ലേ? സോ നമ്മുടെ ആൻസർ എത്രയാണ്? സി ഓപ്ഷനാണ്, 45 മിനിറ്റ് ആണ്. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ വേറൊരു രീതിയിലും ചെയ്യാം. മണിക്കൂറുകൾ എത്ര കൊണ്ട് ഗുണിച്ചാലും മതി, 5 കൊണ്ട് ഗുണിച്ചാലും മതി. ഇവിടെ ഇപ്പോൾ 9 മണിക്കൂർ എന്നാ പറഞ്ഞേ. അപ്പോൾ 9-നെ 5 കൊണ്ട് ഗുണിച്ചാൽ ആൻസർ എത്ര വരും? ഇവിടെ 45 മിനിറ്റ് അല്ലയോ? 45 മിനിറ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, 7 മണിക്കൂർ കൊണ്ട് തിരിയുന്ന കോണളവ് എത്താൻ മിനിറ്റ് സൂചിക്ക് എത്ര മിനിറ്റ് വേണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചിന്തിക്കുക. 7-ന് നേരെ മിനിറ്റ് സൂചി വന്നാലോ, 7 നേരെ മിനിറ്റ് സൂചി വന്നാൽ ആൻസർ 35 മിനിറ്റ്. ഉത്തരത്തിലാണ് 35. അല്ലെങ്കിൽ 7 മണിക്കൂറിനെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. 7 × 5 35 മിനിറ്റ്. ചിലപ്പോൾ തിരിച്ചും ചോദിക്കാം, മിനിറ്റ് സൂചി 15 മിനിറ്റ് കൊണ്ട് തിരിയുന്ന കോണളവ് എത്താൻ മണിക്കൂർ സൂചിക്ക് എത്ര മണിക്കൂർ വേണം? അപ്പോൾ 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ എവിടെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ 3-ന്റെ നേരെയാണ്. ഈ 3-ന്റെ നേരെ മണിക്കൂർ സൂചി വന്നാൽ എത്ര മണിക്കൂറാണ്? 3 മണിക്കൂറാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. സമയം നോക്കാൻ അറിഞ്ഞാൽ മതി. ഇപ്പം മിനിറ്റ് സൂചിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ, കാണാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, മിനിറ്റ് സൂചി ആ പറഞ്ഞിരിക്കുന്ന അക്കത്തിന് നേരെ വരുമ്പോൾ എത്ര മിനിറ്റ് ആവും. ഇനി മണിക്കൂർ സൂചിയുടെ മണിക്കൂറുകളാണ് കാണാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ മണിക്കൂർ സൂചി ആ പറയുന്ന അക്കത്തിന് നേരെ വന്നാൽ എത്ര കറങ്ങും എന്ന് ചിന്തിച്ചാൽ മതി. വളരെ കൂളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സമയം 3:30 ആകുമ്പോൾ മിനിറ്റ് സൂചി തെക്ക് ദിശയിലാണെങ്കിൽ മണിക്കൂർ സൂചി ഏത് ദിശയിലായിരിക്കും? ഇത് നല്ലൊരു സ്റ്റാൻഡേർഡ് മോഡൽ ചോദ്യമാണ്. സ്ഥിരമായിട്ട് PSC പരീക്ഷയിൽ ആവർത്തിച്ച് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആ ഡയറക്ഷൻസിൻ്റെ ഓർഡർ ഒന്ന് അറിയണം. ശ്രദ്ധിക്കുക, നമ്മുടെ ദിശയുടെ ഓർഡർ ക്ലോക്ക് കറങ്ങുന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കണ്ടേ: വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ്. എങ്ങനെ ഓർക്കേണ്ടത്? ദിശയുടെ ഡയറക്ഷനാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു ക്ലോക്ക് കറങ്ങുന്ന രീതിയിൽ ദിശകൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരുന്നത്? വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് അങ്ങനെ എടുക്കണ്ടേ. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല, നമുക്ക് ഡയറക്ഷൻ വരയ്ക്കാൻ അറിയാം. ഈ മോൾ ഭാഗത്തേക്കുള്ളത് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? വടക്കായിട്ടാണ് എടുക്കുന്നത്. റൈറ്റ് സൈഡിലേക്കുള്ളത് നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്? കിഴക്കായിട്ടാണ് എടുക്കുന്നത്. താഴേക്കുള്ളതോ തെക്കായിട്ടാണ് എടുക്കുന്നത്. ഇനി ഇടതുവശത്തേക്കുള്ളതോ പടിഞ്ഞാറായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ക്ലോക്ക് കറങ്ങുന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ക്ലോക്ക് കറങ്ങുന്ന രീതിയിൽ ചിന്തിച്ചാൽ ആ ഡയറക്ഷൻ്റെ ഓർഡർ എങ്ങനെയാണ് വരുന്നത്? വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ്. ഇതങ്ങ് ഓർത്താൽ മതി. വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ്. അതായത് ക്ലോക്ക് കറങ്ങുന്ന രീതിയിലാണ് പോകുന്നതെങ്കിൽ വടക്ക് കഴിഞ്ഞ് കിഴക്ക് എഴുതണം, കിഴക്ക് കഴിഞ്ഞ് തെക്ക് എഴുതണം, തെക്ക് കഴിഞ്ഞ് പടിഞ്ഞാറ് എഴുതണം. ഇനി ക്ലോക്കിന് എതിരൂടാണെങ്കിലോ ഇടതുവശത്തേക്ക് എടുക്കണം. അതായത് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് വടക്ക് ആ ഒരു രീതിയിലാണ്. ശ്രദ്ധിക്കുക, ക്ലോക്ക് കറങ്ങുന്ന ദിശയാണെങ്കിൽ വലതുവശത്തേക്ക് എടുക്കുക. വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ്, അത് കഴിഞ്ഞ് വീണ്ടും വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ്, ആ ഒരു ഓർഡറിലാണ് വരുന്നത്. ക്ലോക്കിന് എതിരൂടാണെങ്കിൽ ഇടതുവശത്തേക്ക് പോകുക. പടിഞ്ഞാറിന് മുമ്പ് തെക്ക്, അതിനു മുമ്പ് കിഴക്ക്, അതിനു മുമ്പ് വടക്ക്. ഇനി ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യാമെന്നാണ് പറയാനായിട്ട് പോകുന്നത്. ശ്രദ്ധയോടുകൂടി ഇരിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, സമയം 3:30 അല്ലേ? ഇവിടെ 3:30 തന്നിട്ടുണ്ട്, നമുക്കത് ഒന്നുകൂടെ വരയ്ക്കാം. സമയം 3:30. അപ്പോൾ 3:30 ഏതാണ്ട് എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. മിനിറ്റ് സൂചി കറക്റ്റ് 6-ന് നേരെയാണ്, പക്ഷേ മണിക്കൂർ സൂചി കുറച്ച് ഇങ്ങ് താന്നിട്ടുണ്ടാവും അല്ലേ? കറക്റ്റ് 3-ന് നേരെയല്ല, 3-ന് കുറച്ച് താന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്തുവാ? മിനിറ്റ് സൂചി തെക്ക് ദിശയിലാണ്. മിനിറ്റ് സൂചി തെക്ക് ദിശയിലാണ്. ഓക്കെ, ഇനി മണിക്കൂർ സൂചിയുടെ ഡയറക്ഷൻ കിട്ടാനായിട്ട് നമുക്ക് ഇവിടെ വരുന്ന വാല്യൂ അല്ലേ, ഈ 3-ന് നേരെ വരുന്ന വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, തെക്കിൽ നിന്ന് ക്ലോക്ക് കറങ്ങുന്നതിന് എതിരൂട് പോയാലല്ലേ അല്ലേ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോയാലല്ലേ ഇവിടേക്ക് എത്താൻ പറ്റുക, 3-ന് അങ്ങോട്ടേക്ക് എത്താൻ പറ്റുക. അപ്പോൾ തെക്കിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇടതുവശത്തേക്കല്ലേ പോകണ്ടേ? അത് മറന്നു പോകരുത്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇടതുവശത്തേക്കാണ്, ക്ലോക്ക് വൈസ് ആണെങ്കിൽ വലതുവശത്തേക്കാണ്. അപ്പോൾ തെക്കിൽ നിന്ന് ഇടതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് എന്തുവാണ്? കിഴക്കാണ്. സോ കിഴക്കിൻ്റെയും തെക്കിൻ്റെയും ഇടയ്ക്കാണ് മണിക്കൂർ സൂചി സ്ഥിതി ചെയ്യുന്നത്. അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ ഏതാണ്? തെക്ക് കിഴക്ക് എന്നാണ്. തെക്ക് കിഴക്ക് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം ചെയ്യാനായിട്ട് 2 കാര്യങ്ങളെ ആവശ്യമുള്ളൂ. ഒന്ന്, ആ സമയം എങ്ങനെയാണെന്ന് അറിയണം. പിന്നെ ഡയറക്ഷൻ്റെ ഓർഡർ അറിയണം. ഡയറക്ഷൻ ഓർഡർ വളരെ സിമ്പിളാണ്. വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ്. അത് ഈസി ആയിട്ട് ഓർക്കാം. നമുക്ക് വടക്ക് കിഴക്കൻ മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന വാക്കുകളാണ്. അപ്പോൾ എങ്ങനെ ഓർക്കണം? വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ്. ഇനി ഓർക്കുക, ക്ലോക്ക് കറങ്ങുന്ന അതേ ദിശയിലാണെങ്കിൽ വലതുവശത്തേക്ക് പോകണം, ക്ലോക്ക് കറങ്ങുന്നതിന് എതിരോടാണെങ്കിൽ ഇടതുവശത്തേക്ക് പോകണം. അപ്പോൾ ക്ലോക്ക് കറങ്ങുന്ന അതേ ദിശയിലാണെങ്കിൽ വടക്ക് തന്നാൽ പിന്നെ കിഴക്ക് എഴുതണം, പിന്നെ തെക്ക് എഴുതണം, പിന്നെ പടിഞ്ഞാറ് എഴുതണം. ഇതെല്ലാം 90 ഡിഗ്രിയിലാണ് വരുന്നത് കേട്ടോ. 90 ഡിഗ്രി ഗ്യാപ്പിലാണ്. ഇനി ക്ലോക്ക് കറങ്ങുന്നതിന് എതിരോടാണെങ്കിൽ പിറകുവശത്തേക്കാണ് പോകേണ്ടത്. അവിടെ നോക്കുക, വടക്കിന് ഇടതുവശത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും എന്ത് തന്നെ വരുന്നത്? പടിഞ്ഞാറാണ് വരുന്നത്. അതേപോലെ തന്നെ പടിഞ്ഞാറിന് വലതുവശം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും എന്ത് തന്നെ വരുന്നത്? വടക്കാണ് വരുന്നത്. അത് മറന്നു പോകരുത്. ഓക്കെ ആണ്. ഈ കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ വളരെ കൂളായിട്ട് നിസ്സാരമായിട്ട് ഈ ചോദ്യം ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് 1-2 ചോദ്യങ്ങളോടെ ചെയ്തു നോക്കാം. 6 PM ആയപ്പോൾ
മണിക്കൂർ സൂചി പടിഞ്ഞാറ് വരത്തക്ക വിധം ഒരു വാച്ച് താഴെ വെച്ചു. എന്നാൽ 9:15 ശ്രദ്ധിച്ചേ, 9:15 മിനിറ്റ് സൂചി ഏത് ദിശയിലായിരിക്കും? അപ്പം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് സൂചികൾ നമ്മുടെ ഈ വാച്ചിൽ ഒന്ന് അടയാളപ്പെടുത്തി നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, 6 മണിയാകുമ്പോൾ മണിക്കൂർ സൂചി. ശ്രദ്ധിച്ചേ, അപ്പം നമ്മുടെ ക്ലോക്ക് നമ്മളൊന്ന് വരയ്ക്കുന്നു കേട്ടോ. ക്ലോക്ക് നമ്മളൊന്ന് വരയ്ക്കുന്നു. 6 മണിയാകുമ്പോൾ മണിക്കൂർ സൂചി എങ്ങനെയാ? നേരെ ഈ 6ന്റെ നേരെയാ അല്ലേ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാണ്? 9:15 മിനിറ്റ് സൂചി. ശ്രദ്ധിച്ചേ, 9:15 മിനിറ്റ് സൂചി എന്ന് പറയുന്നത് എന്തിന്റെ നേരെയാ? 9:15 മിനിറ്റ് സൂചി എന്ന് പറയുന്നത് 3ന്റെ നേരെയാ ആണോ? 6 മണിയാകുമ്പോൾ മണിക്കൂർ സൂചി 6ന്റെ നേരെ, 9:15 മിനിറ്റ് സൂചി എന്ന് പറയുന്നത് 3ന്റെ നേരെ. ഇനി ഏതാ തന്നിരിക്കുന്നത്? 6 മണിയായപ്പോൾ മണിക്കൂർ സൂചി പടിഞ്ഞാറാണെന്ന് തന്നിരിക്കുന്നത്, പടിഞ്ഞാറ് അല്ലേ? ഇനി ശ്രദ്ധിക്കുക, ഈ 3ന്റെ അവിടുത്തെ വാല്യൂ കിട്ടാനായിട്ട് ക്ലോക്ക് കറങ്ങുന്നതിന് എതിരൂടാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അല്ലേ? ക്ലോക്ക് കറങ്ങുന്നത് ഇങ്ങനെ, അപ്പോൾ അതിന് എതിരൂടാണ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഡയറക്ഷൻ മറന്നു പോരുത്. വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ്. അപ്പോൾ ക്ലോക്ക് കറങ്ങുന്നതിന് എതിരൂടാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ ഇടത്തോട്ട് പോകൂ. ഇവിടെ തന്നിരിക്കുന്ന പടിഞ്ഞാറാണ്, പടിഞ്ഞാറിന് ഇടതുവശത്തേക്ക് വരൂ. ഏതാണ്? തെക്കാണ്. സോ 9:15 മിനിറ്റ് സൂചി എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനിലായിരിക്കും? തെക്ക് ദിശയിലായിരിക്കും സുഹൃത്തുക്കളെ, തെക്ക് ദിശയിലായിരിക്കും. കറക്റ്റ് ആൻസർ എത്രയാണ്? ബി ആണ്. ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് മനസ്സിലായില്ലേ? കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വന്നില്ലേ? വളരെ സിമ്പിളാണ്. ആ ഡയറക്ഷൻ്റെ ഓർഡർ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓർഡർ എങ്ങനെയാണ്? വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ്. ഇനി ക്ലോക്ക് കറങ്ങുന്ന അതേ ദിശയിലാണെങ്കിൽ വലതുവശത്തേക്ക് പോകൂ. ക്ലോക്ക് കറങ്ങുന്നതിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇടതുവശത്തേക്ക് കടന്നു വരൂ. നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ പടിഞ്ഞാറാണ്. ഈ ഡയറക്ഷനിലേക്ക് വരാനാണ് ക്ലോക്ക് കറങ്ങുന്നതിൻ്റെ എതിരൂടാണ് പോകേണ്ടത്. ആ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ ആൻസർ എന്തോരൂടെ? തെക്ക് വരും. ഓക്കെയാണ്. വളരെ കൂളായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത ചോദ്യം, 6 PM ആയപ്പോൾ മണിക്കൂർ സൂചി കിഴക്ക് വരത്തക്ക വിധം ഒരു വാച്ച് താഴെ വെച്ചു. എന്നാൽ 9:15 മിനിറ്റ് സൂചി ഏത് ദിശയിലായിരിക്കും? അപ്പോൾ നമ്മൾ വീണ്ടും വരയ്ക്കുന്നു. വീണ്ടും നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ ഒരു ക്ലോക്ക് വരയ്ക്കുന്നു. നമുക്ക് തന്നിരിക്കുന്നത് 6 PM ആകുമ്പോഴുള്ള മണിക്കൂർ സൂചിയുടെ കേസാണ്. 6 PM ആകുമ്പോൾ മണിക്കൂർ സൂചി നേരെ 6ന്റെ നേരെയാണ്. അത് കിഴക്കാണ് അവർ പറഞ്ഞിരിക്കുന്നു. ഇനി 9:15 മിനിറ്റ് സൂചി എന്ന് പറയുമ്പോൾ കറക്റ്റ് ഈ 3ന്റെ നേരെയാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾ ചിന്തിക്കുക, ഈ കിഴക്കിൽ നിന്ന് ക്ലോക്ക് കറങ്ങുന്നതിൻ്റെ എതിരൂടെ സഞ്ചരിച്ചാലാണ് നിങ്ങൾക്ക് ഈ പറയുന്ന 3ന്റെ അവിടത്തേക്ക് എത്താൻ പറ്റുന്നത്. ഡയറക്ഷൻ ഓർത്തേ, വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ്. ഇവിടെ തന്നിരിക്കുന്ന ഡയറക്ഷൻ ഏതാ? കിഴക്കാണ്. കിഴക്കിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് പോകണം. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് പോകുമ്പോൾ ഇടതുവശത്തേക്കല്ലേ നമ്മൾ പോകുന്നത്? അപ്പോൾ ആൻസർ എന്തിലേക്ക് വരും? വടക്ക് ദിശയിലേക്ക് വരും. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? വടക്ക് എന്നുള്ളതാണ്. അത് ഏത് ഓപ്ഷനായിട്ടാണ് തന്നിരിക്കുന്നത്? എ ഓപ്ഷനായിട്ടാണ് തന്നിരിക്കുന്നത്. വളരെ കൂളായിട്ട്, വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തു. ആകപ്പാടെ നിങ്ങൾ പഠിക്കേണ്ടത് ആ ഡയറക്ഷൻ്റെ ഒരു ഓർഡറാണ്. വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ്. ഇനി ഓർക്കുക, ക്ലോക്ക് കറങ്ങുന്ന എതിരൂടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇടതുവശത്തേക്കാണ് പോകേണ്ടത്. ക്ലോക്ക് കറങ്ങുന്ന അതേ ദിശയിൽ തന്നെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ വലതുവശത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ ചോദ്യം ഇങ്ങനെയും വരാം. ഇപ്പോൾ ഒരു ചോദ്യം ശ്രദ്ധിക്കുക, 8:30 സമയം 8:30 മിനിറ്റ് സൂചി വടക്കോട്ടാണ്. ഒരു ചോദ്യം കൂടെ ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണ്. ശ്രദ്ധിക്കുക, സമയം 8:30 ആണ്, 8:30. ആ സമയത്ത് മിനിറ്റ് സൂചി ശ്രദ്ധിച്ച്, മിനിറ്റ് സൂചി വടക്കോട്ടാണ്. മിനിറ്റ് സൂചി വടക്കോട്ടാണ്. അങ്ങനെയാണെങ്കിൽ മണിക്കൂർ സൂചി എങ്ങോട്ടാണ്? അപ്പോൾ നിങ്ങൾ ആദ്യം 8:30 വരയ്ക്കുന്നു. 8:30 നമ്മളൊന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, 8:30 ആകുമ്പോൾ മിനിറ്റ് സൂചി നേരെ 6ന് നേരെ, മണിക്കൂർ സൂചി ഏതാണ്ട് ഈ ഒരു പൊസിഷനിലായിരിക്കും ഉണ്ടാവുക അല്ലേ? അതായത് ഈ 9ന്റെ 6ന്റെ ഇടയിലായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ മിനിറ്റ് സൂചിയുടെ കാര്യമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ താഴത്തേക്ക് 6ന്റെ ഭാഗത്തേക്കുള്ള ഡയറക്ഷൻ നമുക്ക് വടക്കെന്ന് കിട്ടി. ഇനി മണിക്കൂർ സൂചിയുടെ ഭാഗത്തേക്ക് വരാൻ ഇവിടെ ഈ 9ന്റെ സ്ഥാനത്ത് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? വടക്കിൽ നിന്ന് 90 ഡിഗ്രി അല്ലെങ്കിൽ വടക്കിൽ നിന്ന് ഏത് ഡയറക്ഷനിൽ വരണം? ക്ലോക്ക് കറങ്ങുന്ന അതേ ദിശയിൽ തന്നെ വരണം. അപ്പോൾ ക്ലോക്ക് കറങ്ങുന്ന അതേ ദിശയിലേക്കാണ് വരുന്നതെങ്കിൽ വടക്ക് കഴിഞ്ഞ് പിന്നെ ഏതാ വരുന്നത്? കിഴക്കാണ് വരുന്നത്. സോ ഈ ഭാഗത്ത് കിഴക്കാണ് വരിക. അപ്പോൾ നമ്മുടെ മണിക്കൂർ സൂചി വടക്ക് ദിശയുടെയും കിഴക്ക് ദിശയുടെയും ഇടയിലല്ലേ? സോ ആൻസർ എന്ത് വരും? വടക്ക് കിഴക്ക് വരും നമ്മുടെ കൃത്യമായിട്ടുള്ള ഉത്തരം. വളരെ കൂളായിട്ട്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഉപേക്ഷ വിചാരിക്കരുത്. ഡയറക്ഷൻ്റെ ഓർഡർ മാത്രം പഠിച്ചാൽ മതി. പിന്നെ ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് നോക്കിയിട്ട് നമുക്ക് വളരെ കൂളായിട്ട് നിസ്സാര സമയം കൊണ്ട് നമുക്കത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ശരി, അപ്പോൾ നമുക്കൊരു ചോദ്യം കൂടെ നോക്കാം. 6 PM ആകുമ്പോൾ മണിക്കൂർ സൂചി പടിഞ്ഞാറോട്ട് വെച്ചു. അങ്ങനെയാണെങ്കിൽ 9 ആകുമ്പോൾ മണിക്കൂർ സൂചി ഏത് ദിശയിലായിരിക്കും? അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് വാല്യൂസ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ക്ലോക്ക് നമ്മളൊന്ന് വരയ്ക്കുവാണ്, ശ്രദ്ധിച്ചിരിക്കൂ. അപ്പോൾ 6 PM ആകുമ്പോൾ മണിക്കൂർ സൂചി 6 PM ആകുമ്പോൾ മണിക്കൂർ സൂചി 6ന്റെ നേരെയാണ്. അത് പടിഞ്ഞാറാണ്. ഇനി ശ്രദ്ധിക്കുക,
9 മണിക്കൂർ സൂചി 9 മണിക്കൂർ സൂചി 9ന്റെ നേരെയല്ലേ? ആണ്, 9ന്റെ നേരെയാണ്. അപ്പോൾ ഈ ഡയറക്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പടിഞ്ഞാറിൽ നിന്ന് ക്ലോക്ക് കറങ്ങുന്ന ദിശയിലേക്ക് വരണം. ഡയറക്ഷൻ്റെ ഓർഡർ കൊടുക്കുക. വടക്ക് കിഴക്ക്, വടക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്. അപ്പോൾ പടിഞ്ഞാറിൽ നിന്ന് ക്ലോക്ക് കറങ്ങുന്ന ദിശയിലേക്ക് വരണമെങ്കിൽ വലത്തോട്ട് പോകണം. പടിഞ്ഞാറിന് വലതുവശത്തേക്ക് ആൾക്കാരില്ല. സോ നമ്മൾ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻസർ എന്ത് വരും? വടക്ക് വരും. സോ ഏത് ദിശയിലേക്കായിരിക്കും ഇവിടെ? വടക്ക് ദിശയിലേക്കായിരിക്കും. വളരെ സിമ്പിളാണ്. പടിഞ്ഞാറിന് വലതുവശത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ വാല്യൂ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ആൻസർ ഏതാണ്? വടക്കാണ്. ക്ലിയർ ആണല്ലോ സുഹൃത്തുക്കളെ? അടുത്ത ചോദ്യം. ട്രെയിൻ എപ്പോൾ വരുമെന്ന ചോദ്യത്തിന് സ്റ്റേഷൻ മാസ്റ്റർ ഇപ്രകാരം ഉത്തരം നൽകി: പിന്നിട്ട സമയത്തിൻ്റെ 1/5 അവശേഷിക്കുന്ന സമയവും തുല്യമാകുമ്പോൾ ട്രെയിൻ വരും എങ്കിൽ ട്രെയിൻ വരുന്ന സമയം എത്രയാണ്? അപ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ സാധാരണ ഓഫ്ലൈൻ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിച്ചപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? ഇങ്ങനെ ഒരു ചോദ്യം വരുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റേഷൻ മാസ്റ്റർ നിങ്ങളോട് ഇപ്രകാരം പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ പറയും, ഞങ്ങൾ ആ യാത്ര അങ്ങ് വേണ്ടാന്ന് വെക്കുന്നു. ഇനി ഇങ്ങനെയൊക്കെ കേട്ടിട്ട് ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിത് ചെയ്തെടുക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇക്വേഷനായിട്ടൊന്നും ഓർക്കണ്ട. ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ ഉണ്ടല്ലോ, ഈ ഫ്രാക്ഷൻ്റെ അംശവും ഛേദവും കൂടെ അങ്ങോട്ട് പ്ലസ് ചെയ്യാം കേട്ടോ. അംശവും ഛേദവും കൂടെ പ്ലസ് ചെയ്യുക. അപ്പോൾ എത്ര വരും ഇവിടെ? 5 + 1 എത്ര വരും? 6 വരുമല്ലേ? ഇനി നിങ്ങൾ ചിന്തിച്ചോ, 24 മണിക്കൂറിനെ ശ്രദ്ധിച്ചേ, 24 മണിക്കൂറിന് ഈ കിട്ടിയ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 24നെ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്ര വരും? 4 വരും. ഇതല്ല ഉത്തരം. 12 PM നിന്ന് ഈ കിട്ടിയത് മൈനസ് ചെയ്യുന്നതാണ് നമ്മുടെ ഉത്തരം. 12 PM നിന്ന് ഈ കിട്ടിയത് മൈനസ് ചെയ്താൽ ആൻസർ എത്ര വരും ഇവിടെ? 8 PM. കറക്റ്റ് ആൻസർ എത്രയാണ്? 8 PM. എവിടെ തന്നിരിക്കുന്നത്? 8 PM തന്നിരിക്കുന്നത് എവിടെ? ഡി ഓപ്ഷൻ ആയിട്ടല്ലേ? വളരെ സിമ്പിളാണ്. അപ്പോൾ ഓർക്കുക, പിന്നിട്ട സമയത്തിൻ്റെ 1/5 അല്ലെങ്കിൽ പിന്നിട്ട സമയത്തിൻ്റെ 1/3 അല്ലെങ്കിൽ പിന്നിട്ട സമയത്തിൻ്റെ 4/1 തുല്യമാകുമ്പോൾ ട്രെയിൻ വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഫ്രാക്ഷൻ്റെ അംശവും ഛേദവും കൂടെ അങ്ങോട്ട് പ്ലസ് ചെയ്യുക. ഇവിടെ 5 1 കൂടെ അങ്ങോട്ട് പ്ലസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി കൂട്ടുകാരെ? 6 കിട്ടി. ഇനി 24 മണിക്കൂറിന് ഈ കിട്ടിയ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. 12 PM നിന്ന് ഈ കിട്ടിയ വാല്യൂ മൈനസ് ചെയ്യുക. 2 സ്റ്റെപ്പേ ഉള്ളൂ. അംശവും ഛേദവും കൂട്ടിയ വാല്യൂ കൊണ്ട് 24നെ ഹരിക്കുക. അപ്പോൾ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ 12 PM നിന്ന്, ശ്രദ്ധിക്കുക, 12 AM നിന്നാണോ പറഞ്ഞേ? അല്ല, 12 PM നിന്ന് ആ കിട്ടിയ വാല്യൂ മൈനസ് ചെയ്താൽ നമ്മുടെ ആൻസറായി. വളരെ കൂളായിട്ട്, വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, സമയം എത്രയായി എന്ന ചോദ്യത്തിന് ഒരാൾ ഇപ്രകാരം ഉത്തരം നൽകി: പിന്നിട്ട സമയത്തിൻ്റെ 1/3 അവശേഷിക്കുന്ന സമയവും തുല്യമാണ് എങ്കിൽ സമയം എത്രയായി? വളരെ കൂളായിട്ട് ചെയ്യാം. അപ്പോൾ ഈ 1/3 എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് പ്ലസ് ചെയ്യൂ. പ്ലസ് ചെയ്യുമ്പോൾ എത്ര വരും ഇവിടെ? 4 വരും. ഇനി എന്തോ ചെയ്യണ്ടേ? 24നെ എത്ര കൊണ്ട് ഹരിക്കണം? 4 കൊണ്ട് ഹരിക്കണം. ആൻസർ എത്ര വരും? 6 വരും. ഉത്തരമായോ? ഇല്ല. ഉത്തരം കിട്ടണമെങ്കിൽ 12 PM നിന്ന് ഈ കിട്ടിയ വാല്യൂ മൈനസ് ചെയ്യണം. 12 PM നിന്ന് 6 മൈനസ് ചെയ്താൽ ഉത്തരം എത്രയാണ്? 6 PM. കറക്റ്റ് ആൻസർ എത്രയാണ്? 6 PM. ഏത് ഓപ്ഷനാണ് ശരി? ഡി ഓപ്ഷനാണ് സുഹൃത്തുക്കളെ ശരി. ഡി ഓപ്ഷനാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ അംശവും ഛേദവും കൂടെ പ്ലസ് ചെയ്ത് അത് 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ആ കിട്ടിയ വാല്യൂ 12 PM നിന്ന് മൈനസ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇനി വീട്ടിൽ 6 മണിയൊക്കെ ആകുമ്പോൾ അമ്മയൊക്കെ ചോദിക്കുകയാണ്, മോനെ സമയം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിങ്ങനെ പറയാം, പിന്നിട്ട സമയത്തിൻ്റെ 1/3 അവശേഷിക്കുന്ന സമയവും തുല്യമാണ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഏത് കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. അത് സൂക്ഷിച്ച് വേണം പറയാനായിട്ട്. ഓക്കെ ആണേ? റൂമൊക്കെ അടച്ചിട്ടിരുന്ന് പറഞ്ഞോ, പ്രശ്നമൊന്നുമില്ല. ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു ക്ലോക്കിൽ മിനിറ്റ് സൂചി 360 ഡിഗ്രി കറങ്ങണമെങ്കിൽ എത്ര മണിക്കൂർ കഴിയണം? ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ക്ലോക്കിൽ മിനിറ്റ് സൂചി 360 ഡിഗ്രി കറങ്ങണമെങ്കിൽ എത്ര മണിക്കൂർ കഴിയണമെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിക്കുക. മിനിറ്റ് സൂചിയുടെ കാര്യമാണ് പറഞ്ഞേക്കണല്ലേ. മിനിറ്റ് സൂചി 360 ഡിഗ്രി കറങ്ങണമെന്ന് പറഞ്ഞു. 360 ഡിഗ്രി കറങ്ങണമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് കറങ്ങി വരണ്ടേ അല്ലേ? പൂർണ്ണമായിട്ട് ഒരു റൗണ്ട് കംപ്ലീറ്റ് കറങ്ങി വരണ്ടേ? എന്നാലേ 360 ഡിഗ്രി ആവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ മിനിറ്റ് സൂചി ഒരു തവണ കംപ്ലീറ്റ് കറങ്ങി വരുമ്പോൾ എത്ര മിനിറ്റ് ആയി എന്ന് നമ്മൾ പറയാം? 60 മിനിറ്റായി. 60 മിനിറ്റായി. അല്ലെങ്കിൽ എത്ര മണിക്കൂറായി എന്ന് പറയും? 1 മണിക്കൂറായി. അപ്പോൾ മിനിറ്റ് സൂചി 360 ഡിഗ്രി കറങ്ങണമെങ്കിൽ എത്ര മണിക്കൂർ കറങ്ങണമെന്ന് ചോദിച്ചാൽ ആൻസർ എത്രയാണ്? അല്ലെങ്കിൽ എത്ര മണിക്കൂർ കഴിയണമെന്ന് ചോദിച്ചാൽ ആൻസർ എത്രയാണ്? 1 മണിക്കൂറാണ്. സിമ്പിളായിട്ട് ചിന്തിക്കുക. 360 ഡിഗ്രി കറങ്ങണമെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു തവണ റൊട്ടേറ്റ് ചെയ്ത് വരണം. മിനിറ്റ് സൂചി ഒരു തവണ കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയും 60 മിനിറ്റായി അല്ലെങ്കിൽ 1 മണിക്കൂറായി എന്ന് പറയും. ഇതിലിപ്പോൾ എന്തോ ഉത്തരം പറയാനുള്ളത്? അപ്പോൾ ഞാൻ ചോദ്യം ചെറുതായിട്ടൊന്ന് മാറ്റി. മിനിറ്റ് സൂചി 180 ഡിഗ്രി കറങ്ങണമെങ്കിൽ, ശ്രദ്ധിച്ച് കേൾക്കുക, മിനിറ്റ് സൂചി 180 ഡിഗ്രി കറങ്ങണമെങ്കിൽ എത്ര മണിക്കൂർ കഴിയണം? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്, ഈ 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്?
180 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഈ പകുതി ദൂരം കറങ്ങിയാൽ പോരെ അല്ലേ? മുഴുവനായിട്ട് കറങ്ങണോ? വേണ്ട, പകുതി ദൂരം കറങ്ങിയാൽ പോരെ. അപ്പോൾ പകുതി ദൂരം കറങ്ങുമ്പോൾ എത്ര മിനിറ്റ് എന്നാണ് നമ്മൾ പറയുക? 30 മിനിറ്റ് എന്നാണ് പറയുക. ഈ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? എത്ര മണിക്കൂറാണ്? അരമണിക്കൂറാണ്. സോ 180 ഡിഗ്രി കറങ്ങണമെങ്കിൽ എത്ര മണിക്കൂർ കഴിയണം? അരമണിക്കൂർ കഴിയണം. ഇനി 90 ഡിഗ്രി ആണെങ്കിലോ അതും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നിങ്ങളിങ്ങനെ ആലോചിക്കും കേട്ടോ. 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഈ ഒരു കോണല്ലേ, ഇങ്ങനെയല്ലേ വരേണ്ടത്. മിനിറ്റ് സൂചി ഇത്രയും സഞ്ചരിച്ചാൽ നമ്മൾ പറയും എത്ര മിനിറ്റ് ആയി എന്ന് പറയും? 15 മിനിറ്റ് ആയി എന്ന് പറയും. ഈ 15 മിനിറ്റിനെ നമ്മൾ മണിക്കൂറിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിച്ചേ, 15 മിനിറ്റിനെ നമ്മൾ മണിക്കൂറിലേക്ക് മാറ്റുമ്പോൾ എത്ര മണിക്കൂറായി എന്ന് പറയും? 1/4 മണിക്കൂറായി, 1/4 അവർ ആയി എന്ന് പറയും. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്ലോക്കിലെ ആ ഒരു കോണിൻ്റെ കാര്യം വെച്ച് തന്നെ നമുക്ക് മറ്റൊന്നും ആലോചിക്കാതെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആയിരുന്നു, ഓർത്തിരിക്കേണ്ട ചോദ്യമായിരുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു ക്ലോക്കിൽ 5 മണി അടിക്കാൻ 12 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ 10 മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും? ശ്രദ്ധിച്ചു കേട്ടെ, 5 മണി അടിക്കാൻ 12 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ 10 മണി അടിക്കാൻ എത്ര സെക്കൻഡ് സമയം എടുക്കും? അപ്പോൾ സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ്. ഇവിടെ ഇതിൻ്റെ കൺസെപ്റ്റ് ഞാൻ ആദ്യം പറയാം, ഇനി ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാന്നുള്ളത് രണ്ടാമതായിട്ട് പറയാം. ഇവിടെ ശ്രദ്ധിച്ചേ, 5 തവണ മണി അടിക്കുന്നു അല്ലേ? 5 മണി അടിക്കുന്നു, 1 2 3 4 5. അപ്പോൾ 5 തവണ മണി അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഇതിൻ്റെ ഇടയിൽ എത്ര ഗ്യാപ്പ് വരും? ഈ ഗ്യാപ്പിനാണ് സമയം വരുന്നത്. ഇവിടെ ഒരു ഗ്യാപ്പ് അല്ലേ, 1 2 3 4 തവണ ഗ്യാപ്പ് വരില്ലടോ. അപ്പോൾ ഈ 4 ഗ്യാപ്പ് അല്ലേ, ഈ 4 ഗ്യാപ്പിന് ആകെ ആവശ്യമായ സമയമാണ് 12 സെക്കൻഡ്. ശ്രദ്ധിച്ചേ, മണികളുടെ എണ്ണം എടുക്കരുത് കേട്ടോ, അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പേ എടുക്കാവുള്ളൂ. അപ്പോൾ 5 മണി അടിക്കുമ്പോൾ ഇടയിൽ വരുന്ന 4 ഗ്യാപ്പാണ്, ആ 4 ഗ്യാപ്പിനാണ് 12 സെക്കൻഡ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചേ, 5 മണിക്ക് 4 ഗ്യാപ്പാണ് വന്നതെങ്കിൽ 10 മണി അടിക്കുമ്പോൾ എത്ര ഗ്യാപ്പ് വരും? 9 ഗ്യാപ്പ് വരില്ല, ഗ്യാപ്പിനാണ് എപ്പോഴും 1 കുറവാണ്. അപ്പം 5 മണി അടിക്കാൻ അതിൻ്റെ ഇടയിൽ 4 ഗ്യാപ്പ് സമയമാണ് ആവശ്യമായി വന്നതെങ്കിൽ 10 മണി അടിക്കണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് 9 ഗ്യാപ്പ് സമയം ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ 9 ഗ്യാപ്പിന് വേണ്ട സമയമാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിച്ചേ, 4 ഗ്യാപ്പിന് 12 സെക്കൻഡാണ്, അങ്ങനെയാണെങ്കിൽ 9 ഗ്യാപ്പിന് എത്ര സെക്കൻഡ് ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈസി ആയിട്ട് ചെയ്യാം. 4നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 12ലേക്ക് എത്താമെന്ന് ആലോചിക്കൂ. 4നെ 3 കൊണ്ട് ഗുണിച്ചാൽ 12ലേക്ക് എത്താം. അപ്പോൾ 9നെയും 3 കൊണ്ട് ഗുണിക്കൂ. 9നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ആൻസർ എത്ര വരും? 27 സെക്കൻഡ്. 27 സെക്കൻഡ്. കറക്റ്റ് ആൻസർ ഏതാണ്? ബി ഓപ്ഷനാണ്. അപ്പോൾ ഈ കറക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ലോജിക്കലായിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്ന ഗ്യാപ്പുകൾ കൗണ്ട് ചെയ്തിട്ടുള്ള അപ്രോച്ചാണ്. നമ്മൾ ആലോചിക്കുക, 5 മണി അടിക്കൂ എന്ന് പറയുമ്പോൾ ഇവിടെ വരച്ച് കാണിച്ച പോലെ ഇടയിൽ 4 ഗ്യാപ്പ് വരും. ഈ 4 ഗ്യാപ്പിനാണ് എത്ര സെക്കൻഡ് എടുത്തത്? 12 സെക്കൻഡ് എടുത്തത്. ഇനി 10 മണി അടിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ 9 ഗ്യാപ്പ് വരും. അപ്പോൾ 9 ഗ്യാപ്പിന് എത്ര സമയം എടുക്കും എന്നുള്ളത് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് ലോജിക്കലായിട്ട് ആലോചിച്ചെടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 27 സെക്കൻഡ് എന്ന് വരും. ഇനി ഇതിനൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ വേണമെങ്കിൽ പഠിച്ചു വെച്ചോ. കണ്ടുപിടിക്കേണ്ട സമയം -1 ഡിവൈഡഡ് ബൈ തന്നിരിക്കുന്ന സമയം -1. തന്നിരിക്കുന്ന സമയം എത്ര? 5 മണി എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന സമയം -1, 5 - 1 ഇൻറ്റു ആ തന്നിരിക്കുന്ന സെക്കൻഡുകൾ 12 സെക്കൻഡുകൾ. അപ്പോൾ ഇവിടെ ചെയ്തു വരുമ്പോൾ 10 - 1 എത്രയാണ്? 9 ഡിവൈഡഡ് ബൈ 5 - 1 എത്രയാണ്? 4 ഇൻറ്റു തന്നിരിക്കുന്ന സെക്കൻഡുകൾ എത്രയാണ്? 12. അപ്പോൾ വെട്ടിപ്പോകുമ്പോൾ 12നെ 4 കൊണ്ട് ഹരിച്ചാൽ 3 പ്രാവശ്യം. 9 × 3 എത്രയാണ് വന്നേ? 27. ഇതാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്. യഥാർത്ഥത്തിൽ ഒരേ കാര്യം തന്നെയാണ്, നമ്മൾ വേറൊരു രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. ഷോർട്ട് കട്ട് ഇക്വേഷൻ ആയിട്ട് ഓർക്കുമ്പോൾ എങ്ങനെയാണ് ഓർക്കേണ്ടത്? കണ്ടുപിടിക്കേണ്ട മണിക്കൂറുകൾ -1 ഡിവൈഡഡ് ബൈ തന്നിരിക്കുന്ന മണിക്കൂറുകൾ -1 ഇൻറ്റു തന്നിരിക്കുന്ന സെക്കൻഡുകൾ. എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? കണ്ടുപിടിക്കേണ്ട മണിക്കൂറുകൾ -1 ഡിവൈഡഡ് ബൈ തന്നിരിക്കുന്ന മണിക്കൂറുകൾ -1 ഇൻറ്റു തന്നിരിക്കുന്ന സെക്കൻഡുകൾ. ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്താൽ മതി. നമുക്ക് നോക്കാം, ഒരു ചോദ്യവും കൂടെ നമുക്ക് നോക്കാം. 6 മണി അടിക്കാൻ 15 സെക്കൻഡ് എടുത്തുവെങ്കിൽ 7 മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും? അപ്പോൾ നിങ്ങൾ 2 രീതി ഞാൻ പറയാം. ആദ്യം നമുക്ക് ആ ഷോർട്ട് കട്ട് മെത്തേഡ് നോക്കാം. കണ്ടുപിടിക്കേണ്ട 7 മണിയാണ്. അപ്പോൾ 7 - 1 ഡിവൈഡ് ബൈ തന്നിരിക്കുന്ന 6 മണിയാണ്. 6 - 1 ഇൻറ്റു തന്നിരിക്കുന്ന സെക്കൻഡുകൾ 15 സെക്കൻഡ്. അപ്പോൾ നോക്കുക, 6/5 ഇൻറ്റു 15 ആണ് അല്ലേ? 15നെ 5 വെച്ച് ഹരിച്ചാൽ 3 പ്രാവശ്യം. 6 × 3 എത്ര സെക്കൻഡാണ്? 18 സെക്കൻഡ് എന്ന ആൻസർ വരും. സി ഓപ്ഷനാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇനി അങ്ങനെയല്ല, ഗ്യാപ്പ് വെച്ചാണ് ആലോചിക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. ശ്രദ്ധിക്കുക, 6 മണി അടിക്കണമെങ്കിൽ 5 ഗ്യാപ്പാണ് വരിക. അപ്പോൾ ഈ 5 ഗ്യാപ്പിന് ആവശ്യമായ ആകെ സമയമാണ് 15 സെക്കൻഡ്. ഇനി നിങ്ങൾ ആലോചിക്കുക, 7 മണി അടിക്കണമെങ്കിൽ ഇടയിൽ വരുന്ന 6 ഗ്യാപ്പാണ്. അപ്പോൾ 6 ഗ്യാപ്പിന് എത്ര സമയം വേണമെന്ന് ചിന്തിക്കണം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വളരെ കൂളാണ്.
5നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 15ലേക്ക് എത്തും? ശ്രദ്ധിച്ചേ 5നെ 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 6നെ എത്ര കൊണ്ട് തന്നെ ഗുണിക്കണം? 3 കൊണ്ട് തന്നെ ഗുണിക്കണം. ആൻസർ എത്ര വരും? 18 സെക്കൻഡ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ പഠിച്ച ക്ലോക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നതാണ്. തൽക്കാലത്തേക്ക് വിടാം. നന്ദി, നമസ്കാരം.